കോടീശ്വരിയായിട്ടും കൊട്ടാരം പോലൊരു വീടുണ്ടായിട്ടും ഇട്ടുമൂടാൻ പണം ഉണ്ടായിട്ടും മോളുടെ മുഖത്ത് എന്തൊരു സങ്കടം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അല്ലേ? വരണം മോളെ, അമ്മ മോളുടെയും ഭർത്താവിന്റെയും എല്ലാ ഫലങ്ങളും പറയാം. പറയുന്നത് അച്ചട്ടായിരിക്കും, അല്ലെങ്കിൽ മോള് ദക്ഷിണ തരണ്ട. ഉക്കാറ് മോളെ, ഉക്കാറ്. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഒരു 101 രൂപ ദക്ഷിണ വെക്കും മോളെ. പഴനിയണ്ടവാ. കൈ കാട്ടുമ്പോ പഴനി കണ്ടവാ. ഹൃദയരേഖയും ഭാഗ്യരേഖയും കിടക്കുന്ന കിടപ്പ് കണ്ട. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന് പഠിച്ച് ഉദ്യോഗം നേടി കുടുംബം നോക്കിയിരുന്ന കുട്ടിയാണല്ലേ. പക്ഷെ കോടീശ്വരനായ ഭർത്താവിന്റെ പിന്നാലെ നിഴല് പോലെ നടന്ന് ഉത്തമയായ കുടുംബിനിയായിട്ട് ജീവിക്കാനാ മോളുടെ യോഗം. ഭർത്താവിന്റെ തിരക്കുകൾ അറിഞ്ഞു പെരുമാറുന്ന ഉത്തമയായ ഭാര്യയാ മോള്. സാറുവായിരിക്കണം. ഏയ് വേണ്ട വേണ്ട. ഭർത്താവിനൊപ്പം ഒരുപാട് വിദേശ സഞ്ചാരം നടത്താനുള്ള യോഗമുണ്ട്. ഗൃഹപ്രവേശത്തിന്റെ അന്ന് എന്നെ ഒറ്റയ്ക്കാക്കി US പോയ മോൻ ജഗതപ്പിതരൗ വന്ദേ പാർവതി പരമേശ്വര എന്ന് കേട്ടിട്ടില്ലേ? വാക്കും അതിന്റെ അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നവരാ ശിവപാർവതിമാർ. മോളും ഭർത്താവും അങ്ങനെയാ. അത്രയ്ക്ക് ചേർച്ചയാ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഉള്ളില് സ്നേഹം ഉണ്ടെങ്കിലും ഭർത്താവിന് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. സാക്ഷാൽ പരമശിവനും അങ്ങനെയായിരുന്നു. അത് കറക്റ്റാ. ഇതൊക്കെ ഇവരെല്ലാവരോടും കാണാതെ പഠിച്ചു വെച്ച് പറയുന്ന കാര്യങ്ങളാ. ഇതിലൊന്നും ഒരു കാര്യമില്ല. നീ വരുന്നുണ്ടോ? അങ്ങനെ പറയല്ലേ സാറേ. കൈനോട്ടം ശാസ്ത്രമാണ്. ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കേട്ടിട്ടില്ലേ? മുഖലക്ഷണം, പക്ഷിശാസ്ത്രം എല്ലാം ശാസ്ത്രങ്ങളാ. സംശയം ഉണ്ടെങ്കിൽ സാർ ഇതിന്നൊരു ചീട്ടങ്ങെടുക്ക്. എന്നിട്ട് പറയുന്ന ഫലം ശരിയാണോ നോക്ക്. അപ്പ അറിയാലോ. സാർ അതിന് വേറെ ദക്ഷിണ ഒന്നും തരണ്ട. അവര് പറഞ്ഞല്ലേ, ഒരെണ്ണം എടുക്ക് ഗിരി. അയ്യോ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും. മര്യാദാ പുരുഷനായി ധർമ്മരാജ്യം ഭരിച്ച സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലെയാണ് സാറ്. ശ്രീരാമചന്ദ്രന്റെ കൂടെയുള്ളത് ആരാ? സാക്ഷാൽ സീതാദേവി. ദേ ഇരിക്കുന്നു. വലിയ അധ്യാപികയാണ് പോലും. ഒന്നല്ല, ഡബിൾ MA ആണെന്ന് ഓർക്കണം. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള നീ ഈ അന്ധവിശ്വാസം കേൾക്കാൻ പോയി ഇരുന്ന് കൊടുത്തല്ലോ. കഷ്ടം. ഇതൊക്കെ ഒരു കൗതുകല്ലേ, ഒരു രസം. ഇതിനൊക്കെ അങ്ങനെ കണ്ടാ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കിയാ നമ്മളെ കുറിച്ച് അവര് പറഞ്ഞതെല്ലാം നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. എന്തു നന്നായിന്ന്? അതിലൊരു കാര്യം പോലും ശരിയായിരുന്നില്ലല്ലോ. അതുകൊണ്ടാ നന്നായെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ബന്ധത്തിൽ ഇല്ലാത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒരുമാതിരി മരം ചുറ്റി പ്രേമിച്ച് കല്യാണം കഴിച്ച പിള്ളേര് പറയുന്നത് പോലെ പറയരുതേ.
നമ്മൾ എങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാരായതെന്ന് നിനക്കറിയാലോ. ഉം. സാഹചര്യങ്ങൾ ആദ്യം മുതലേ നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിഫറന്റ് ആയിരുന്നു. ആ ഡിഫറൻസ് ആജീവനാന്തം ഉണ്ടാവുകയും ചെയ്യും. ഏതോ കാക്കാത്തി എന്തോ പറഞ്ഞെന്ന് വെച്ച് അതുപോലെ ജീവിക്കാൻ പറ്റുമോ? ശരി, അവര് പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം വളരെ ശരിയായിരുന്നു ഗിരി. ഗിരി ശ്രീരാമചന്ദ്രനെ പോലെ തന്നെ. ഒപ്പം കാട്ടിൽ പോയ സീതാദേവിയെ ഒരു ദയയില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ആളല്ലേ ശ്രീരാമൻ. ഇന്നലെ വൈകിട്ട് അക്ഷരാർത്ഥത്തിൽ കാട്ടിൽ കളഞ്ഞുപോയ നിന്നെ തേടി കണ്ടുപിടിച്ച് എന്നോട് തന്നെ നീ ഇത് പറയണം. അയ്യോ, എനിക്കിപ്പോഴും ആലോചിക്കാൻ പോലും വയ്യ. ഒരു കാക്കാത്തിയുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ ഗിരി, എന്റെ ദൈവമേ. എടി, ഇത് ശരിക്കും സത്യ? പിന്നെ അല്ലാണ്ട് സുമിത എന്തിനാ നുണ പറയുന്നേ? അത് മാത്രല്ല അക്കു, ആ കാക്കാത്തി സുമിയോട് പറഞ്ഞത് മുഴുവൻ ഗിരിയെ കൊള്ളിച്ചായിരുന്നുന്ന്. ഞാൻ വിളിച്ചപ്പോ ഇതും പറഞ്ഞ് സുമി ഒരേ ചിരിയായിരുന്നു. കണക്കായി പോയി. അവനത് കിട്ടണം. കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യമായി ഭാര്യയും ഭർത്താവും കൂടി ട്രിപ്പ് പോയപ്പോ അവിടെ മാർക്കറ്റിംഗ് ടീമിനെ കൂടെ കൊണ്ടുപോയ മിടുക്കനാ അവൻ. അതൊക്കെ നമ്മൾ അച്ഛമ്മേനെ വിളിച്ച് സ്പോട്ടിൽ പൊളിച്ചടിക്കില്ലേ? അച്ഛമ്മ വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴേ ഗിരി വാലിന് തീ പിടിച്ച പോലെ സുമി അന്വേഷിച്ച് ഓടിയത്രേ. അവളെ അന്നേരം അവിടെയുള്ള ഏതോ കാട്ടിലായിരുന്നു. ആ തടിയൻ എങ്ങനെയാ കൊടുങ്കാട്ടിലൂടെ ഓടിയത്? അത് കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. അയ്യോ, അവനെ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഇതുപോലത്തെ ഓരോ പണി കിട്ടണം, എങ്കിലേ അവൻ നന്നാവും. അല്ലക്കു, എന്തൊക്കെ പറഞ്ഞാലും ഗിരിയുടെ മനസ്സിൽ സുമിക്കൊരു സ്ഥാനമുണ്ട്. അതല്ലേ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തോ എനിക്ക് തോന്നുന്നില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലേ അത് വളഞ്ഞു തന്നെ ഇരിക്കും. അവനെ എനിക്ക് നിന്നെക്കാളും കൂടുതൽ അറിയാവുന്നോണ്ട് പറയാ. ചില കാര്യങ്ങളിലുണ്ടല്ലോ അവൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. അതാ അവന്റെ കടുംപിടുത്തം. ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇന്ന് മഞ്ചാടിക്കുന്നിലെ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ ഗിരി ഭംഗിയായി നടത്തിന്ന്. അതൊന്നായല്ലോ. എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും ഒന്ന് സെറ്റായാ മതിയായിരുന്നു അവര്. സത്യം, പാവം സുമി. വിവാഹ ജീവിതത്തെ കുറിച്ച് ഒരു പെണ്ണിന് എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടാവും. ഗിരിയാണെങ്കിൽ അനിയത്തിക്ക് വേണ്ടി മാറ്റക്കല്യാണം നടത്തി ത്യാഗം സഹിച്ച ഏട്ടന്റെ റോളിലാണ് ഇപ്പോഴും. അനിയത്തി, നിനക്കൊരു കാര്യം അറിയോ? അവനോട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ടല്ലോ, അവനിപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഫ്രോഡ് കുടുംബം മുഴുവനായിട്ടും ആ ഗിരിയെ പറ്റിക്കുകയാണ്. ആ പൊട്ടനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ സുമിയ. അവള് വേണം ഗിരിയെ മാറ്റിയെടുക്കാൻ. ചതിച്ചും ചിരിച്ചും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ അവൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നീ പറഞ്ഞത് ശരിയാ. സുമിതയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിലോ എന്നെ പണ്ടാരടങ്ങിപ്പോയനെ. പക്വതയുള്ള പെണ്ണാവള്. അല്പസമയം എടുത്തിട്ടാണെങ്കിലും ഗിരി അവളുടെ വഴിക്ക് വരും തന്നെ എന്റെ വിശ്വാസം. നിനക്കൊരു കാര്യം അറിയാക്കൂ? എന്താ? കല്യാണം കഴിഞ്ഞിട്ടേ ഈ ദിവസം വരെ അവര് രണ്ടുപേരും രണ്ടിടത്താ കിടന്നുറങ്ങിയെന്ന്. അത്രേ ഉള്ളോ? എനിക്കേ അതിലൊരു അത്ഭുതവും തോന്നുന്നില്ല. അവന്റെ സ്വഭാവം വെച്ച് അവര് രണ്ടുപേരും 2 മുറിയിൽ കിടന്നുറങ്ങിയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നീ അങ്ങനെ നോക്കണ്ട. ആ ജീവനാന്തം അവരങ്ങനെ ആയിരിക്കും നല്ല ഉദ്ദേശിച്ചേ. പോകെ പോകെ അത് മാറിക്കോളും. പോകെന്നല്ല, ഇന്നലെ ആ പതിവൊക്കെ തെറ്റി. മഞ്ചാടിക്കുന്നിലെ ഗസ്റ്റ് ഹൗസിലെ അവര് രണ്ടുപേരും ഒരു കട്ടിലാണ് കിടന്നുറങ്ങിയത്. വേറെ വഴിയില്ലായിരുന്നല്ലോ. സത്യം സത്യം. അത് കൊള്ളാം. എന്തായാലും അത്ര വരെ എത്തിയല്ലോ. ഓ, എന്നാ പിന്നെ അവര് തമ്മിൽ അടുക്കാനേ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. എല്ലാം നല്ലതിനാണ് അക്കു. സുമിയെ പോലെ നല്ലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയത് ശരിക്കും പറഞ്ഞ ഗിരിയുടെ ഭാഗ്യാണ്. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരെ ശരിക്കങ്ങ് മനസ്സിലായിട്ട് പോലുമില്ല. എന്റെ സ്നേഹേ, നീ എന്റെ സൗഭാഗ്യമാണെന്ന് ഞാൻ എപ്പോഴേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനിയിപ്പോ എന്താണാവോ അവരുടെ അടുത്ത പ്ലാൻ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്
അവരെ അടിച്ചു പൊളിക്കാൻ പോവല്ലേ. തടിയനെ കൊണ്ട് സുമി പാട്ടും പാടിക്കും, ഡാൻസും കളിപ്പിക്കും. നോക്കിക്കോ. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. മനസാകയായി വിരിയുമ്പോൾ, മഴവിൽ പൂക്കുമ്പോൾ, ഹൃദയവാതിലോരമായി നീ നിന്നുവോ, പ്രണയവീണയാർദ്രമായി നീട്ടിയോ. വിഴികൾ കോർക്കുമൊരു നോട്ടം പോലും കഴുകിടും സ്നേഹമായി. മഴയൊരോർമകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ, ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. പ്രണയതന്ത്രി നീട്ടുവാനെൻ പ്രാണനിൽ, രാഗം പോലെ അനുരാഗഗാനം പോലെ. ഞാൻ അഡ്വക്കേറ്റ് ശ്രീധരമേനോൻ. അറിയാം. ഗിരിയുടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് കമ്പനിയുടെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് താങ്കൾ തന്നെ ആയിരുന്നല്ലോ. ഞാൻ മിസ്റ്റർ ഗിരിധരൻ നമ്പ്യാരൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഗിരിയും ഭാര്യയും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇന്ന് വെളുപ്പിനെ എത്തിയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. രാവിലെ വീട്ടിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നിരുന്നു. ആ, എന്നാ വക്കീലിരിക്കെ, ഞാൻ ഗിരിയെ വിളിക്കാം. ശരി. ആ, ഗിരിയോടൊന്ന് വരാൻ പറയേ. കാണാൻ ഒരു അഡ്വക്കേറ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. ശരി മാഡം. അല്ല, എന്തായിരുന്നു വക്കീലെ ഇത്ര അത്യാവശ്യമായിട്ട് ഗിരിയെ കാണേണ്ട കാര്യം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാനല്ല, ഗിരിയുടെ മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച ചിലതൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നതാവും ശരി. നമസ്കാരം. ഓ, മേനൻ സാർ ഇരിക്കണം. ശരി ശരി. ഞാൻ ഗിരിയുടെ മുത്തച്ഛന്റെയും അച്ഛന്റെയും വക്കീലായിരുന്നു. അറിയാലോ? അറിയാം. കണ്ടിട്ടില്ലെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. ഗിരിയുടെ അച്ഛൻ സത്യനാരായണ നമ്പ്യാര് SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആരംഭിച്ച കാലത്ത് ഞാൻ അതിന്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. ഗിരിയുടെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തലശ്ശേരിയിൽ നിങ്ങളുടെ ഉയ്യാരത്ത് കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടിയ ഒരു അപൂർവ വസ്തു എന്നെ ഏൽപ്പിച്ചിരുന്നു. എനിക്ക് കിട്ടിയ കൃത്യമായ നിർദ്ദേശമനുസരിച്ച് ഞാനത് ഇത്രയും കാലം ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനായ ഗിരിധർ നമ്പ്യാർ വിവാഹിതനാകുന്ന സമയത്ത് കോടികൾ വിലപിടിപ്പുള്ള ആ വസ്തു താങ്കളെ ഏൽപ്പിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. അതെന്താണെന്ന് പറയൂ വക്കീലെ. പറയാനൊന്നുമില്ല, കാണിച്ചു തരാം.
മോനെ നിക്കടാ അവിടെ. വേണ്ട എനിക്ക്. അവിടെ നിക്കാൻ. ദേ പാല് കുടിക്കേ. എടാ ഈ പാലൊന്ന് കുടിക്കടാ. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. അതെന്താ മുത്തച്ഛന്റെ തക്കടൂന് പാല് വേണ്ടാത്തേ? എനിക്ക് ഇപ്പൊ തന്നെ നല്ല തടിയാ. ക്ലാസ്സിൽ എല്ലാവരും എന്നെ ഗുണ്ടുമണിന്നാ വിളിക്കുന്നത്. ഇനിയും പാല് കുടിച്ചാൽ ഞാൻ ഇനിയും തടിക്കും. നീ അധികത്താ, ഞാൻ കൊടുത്തോളാം. ആയിക്കോട്ടെ. കുട്ടികളായാലും ഇത്തിരി തടിയും പുഷ്ടിയൊക്കെ വേണം. അതത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നും അല്ല. ഇക്കണ്ട ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നാളെ നോക്കി നടത്തേണ്ടത് നീയാണ്. പിന്നെ നിനക്ക് ഇച്ചിരി തണ്ടും തടിയൊക്കെ വേണ്ടടാ മോനെ. എന്റെ തക്കിടുമ്പോ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് ഈ പാല് കുടിച്ചാലേ മുത്തശ്ശനൊരു കാര്യം കാണിച്ചു തരാം. എന്താ ഞാനെന്ന് പറഞ്ഞ സൈക്കിളാണോ മുത്തശ്ശ? ആദ്യം നീ പാല് കുടിക്കേ, എന്നിട്ട് ഞാൻ പറയാം. എന്നെ പറ്റിക്കരുതേ. ഇല്ല. മിടുക്കൻ മുത്തച്ഛൻ ഇപ്പൊ വരാവേ. ഇത് നമ്മുടെ ഉയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്താണ്. തലമുറകൾ കൈമാറി വന്ന നിധി. ഇതെന്റെ മുത്തച്ഛൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ ഇതെന്റെ കൊച്ചുമകനായ ഗിരിക്ക് സമ്മാനിക്കും. ഇതെനിക്ക് മുത്തശ്ശൻ തരാൻ പോവാണോ? നിനക്കുള്ളതാണേലും ഇത് നിന്റെ കഴുത്തിടാനുള്ളതല്ല. നീ വളർന്നു വലിയ കുട്ടിയായി കല്യാണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയുടെ കഴുത്തിലിടാനുള്ളതാ. നിന്റെ കല്യാണപ്രായം ആകുന്നതുവരെ ഞാൻ ഇത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കും. സമയമാകുമ്പോ ഇത് നിന്റെ കൈകളിൽ വന്നു ചേരും. എപ്പോഴാ അച്ഛന്റെ കല്യാണം? ഇത് കൈമാറുമ്പോൾ കൊച്ചുമോന് തരാനായി ഒരു കത്തുകൂടി മുത്തച്ഛൻ ഇതോടൊപ്പം വെച്ചിരുന്നു. ദാ. മോനെ ഗിരി, ഈ രത്നഹാരം നിനക്കുള്ള എന്റെ സമ്മാനമാണ്. ഇതൊരുപക്ഷെ നിന്റെ കൈകളിൽ എത്തുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാവും. വിവാഹശേഷം നീ ഇത് നിന്റെ വധുവിനെ അണിയിക്കണം. തലമുറകളിലൂടെ കൈമാറി വന്ന നമ്മുടെ ഉയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യവും അഭിമാനവുമാണ് ഈ മാല. ഇതണിയാനുള്ള സൗഭാഗ്യം നിന്റെ വധുവായി വരുന്ന പെൺകുട്ടിക്കാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മുത്തച്ഛന്റെ എല്ലാവിധ മംഗളാശംസകളും അനുഗ്രഹങ്ങളും എന്ന് സ്നേഹത്തോടെ മുത്തച്ഛൻ നാരായണൻ നമ്പ്യാർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമായ ഈ നിധി കൈമോശം വരാതെ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് വക്കീലെ. ഞാൻ എന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അച്ഛന്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ? കൊറേ നേരമായിട്ട് റിങ് ചെയ്യാ. ഓഫീസിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് വിചാരിച്ച ഞാൻ. അമ്മയുടെ കയ്യിലിരിക്കുന്ന മാല കണ്ടോ? ഇതേ എന്റെ മുത്തച്ഛൻ സുമിതയ്ക്ക് സമ്മാനമായിട്ട് തന്നതാണ്.